അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുക്കു അച്ചുവിനോട് പറയുകയാണ്, അന്ന് ഞാൻ പുറത്തു പോകാൻ വേണ്ടി നിന്നപ്പോൾ നിനക്ക് 2 ഫോൺ കോൾ വന്നു, പക്ഷേ നീ അതെടുത്തില്ല. നീ എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞതിന് ശേഷം നീ പുറത്തേക്ക് പോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ വീഡിയോ ആണ് കാണുന്നത്, നീ ആ കുട്ടിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയണം. അത് മനഃപൂർവ്വം എന്നെ ആരോ ചതിച്ചതാണ് എന്ന് പറയണം കേട്ടോ. ചതിച്ചതാണോ എന്തോ, നിന്നെ എനിക്ക് അറിയില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രുക്കു അച്ചുവിനോട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എന്താ മഞ്ജു വന്നിരിക്കുന്നത്, നിൻ്റെ ഒക്കെ നിറയെ സ്വർണ്ണമൊക്കെ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നിരുന്നല്ലോ, നീ എന്താ അതൊന്നും ഇടാത്തേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേ കള്ളന്മാരെ പേടിച്ചിട്ടാണ്. പിന്നെ സ്വർണ്ണം എന്തിനാ ചേച്ചി, മുഖം ഭംഗിയുണ്ടെങ്കിൽ പിന്നെ സ്വർണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, മധുബാല എത്തിയിട്ടില്ല എന്ന് ചന്ദ്ര പറയണം കേട്ടോ. അതേസമയം ചന്ദ്ര മഞ്ജുവിനോട് ചോദിക്കണം, മഞ്ജു എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, വിജയേട്ടനോട് ചോദിക്കാൻ പറ്റില്ല, നിനക്ക് ഞാൻ പലപ്പോഴായിട്ട് കുറേ സ്വർണം തന്നില്ലേ, അത് നീ എനിക്ക് കുറച്ച് പണയം വയ്ക്കാൻ തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മധുബാല വരുന്നത്. മധുബാല വന്നിട്ട് ചോദിക്കുക, എന്താ സ്വർണ്ണ പ്രശ്നമൊക്കെ പറയണത്, എന്താ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കും. അമ്മയും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായോ എന്ന് ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്, അത്രയൊക്കെ തന്നെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് JKയും അർച്ചനയും കൂടി കണ്ടുമുട്ടുകയാണ് കേട്ടോ. അതേസമയം JKയോട് അർച്ചന പറയുകയാണ്, ചിന്നുവിന് ആകെ ഒരു മൂഡ് ഓഫാണ് എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ JKയും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം എന്താ കാരണം എന്നുള്ളത് പറയണില്ല. എന്താ കാരണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നു, എന്താ പ്രശ്നം എന്ന് JK ചോദിക്കേണ്ട, എല്ലാവരും കുഴപ്പമില്ല എന്ന് പറയണം. ഏതായാലും തിരുവാതിരയല്ലേ, നമുക്കൊരു സ്ഥലം വെച്ച് കണ്ടുമുട്ടണം എന്നിങ്ങനെ അർച്ചനയോട് JK പറയുകയാണ് കേട്ടോ. അതേസമയം പിന്നീട് ജയിലിൽ വന്നിട്ട് അച്ചുവിനെ ചന്ദ്ര കാണാൻ വരികയാണ് കേട്ടോ. എന്താ നിനക്ക് സുഖമല്ലേ, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അച്ചുവിനങ്ങനെ കോളാക്കിയിട്ട് ഇങ്ങനെ പറയണം, ഓരോ ദുരന്തങ്ങൾ വന്നു പെടുമല്ലോ എന്നിങ്ങനെ പറയും. നീ എന്നെ പ്രതീക്ഷിച്ചു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ഓരോ ദുരന്തങ്ങൾ പെട്ടെന്നാണല്ലോ വന്നു ചേരുന്നത്, ഇത്രയും നീ ചെയ്തിട്ട് നിനക്ക് ഇനി മതിയായില്ല അല്ലേ എന്ന് ചോദിക്കണം. അതെന്നെ മനഃപൂർവ്വം ചെയ്തതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. മനഃപൂർവ്വം ചെയ്തതാണെന്നോ, നിങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞിരുന്നല്ലോ വീഡിയോ എടുക്കുക, അതാണല്ലോ അവരെടുത്തത്. അതേപോലെ ഇവിടെ കൊട്ടേഷൻകാരും ഉണ്ട്, എന്തായാലും വന്ന സ്ഥിതിക്ക് ആ കൊട്ടേഷൻകാരെ കണ്ടിട്ട് പോയിക്കോളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേ സമയത്ത് എടാ, എനിക്ക് നിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ല, എൻ്റെ രുക്കുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. എന്തായാലും ശരി, നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകില്ലേ, അപ്പം ഞാനും വിജയേട്ടനും കൂടിയിട്ട് ഒരു വരവ് വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ചുവിനോട് തർക്കിക്കുകയാണ് കേട്ടോ ചന്ദ്രൻ. പിന്നീട് അർച്ചന പോയി ദീപ്തിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തി പറയേണ്ടത്, നിങ്ങളുടെ ഇടയിൽ ആരോ നിന്ന് കളിക്കുന്നുണ്ട്, കാരണം പുറത്തത്തെ ആരുമല്ല, അകത്തുള്ള ആര് തന്നെയാണ്, ചന്ദ്ര തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയണം. എന്താ ചന്ദ്രയ്ക്ക് അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അവളുടെ ഒരു പ്രായമല്ലേ, അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ അലമാറ തുറന്നിട്ട് അവൻ്റെ സ്വർണ്ണങ്ങൾ കംപ്ലീറ്റ് എടുത്തിടുകയാണ് കേട്ടോ. കുറേ ആഭരണങ്ങളൊക്കെ എടുത്തിടും, വളയും ഒക്കെ എടുത്തിടും കേട്ടോ. അപ്പോൾ മഞ്ജുവിന് ആകെ മൊത്തം ഒരു തൃപ്തി തോന്നുകയാണ് കേട്ടോ. അതേസമയം കോളിംഗ് ബെല്ലടിക്കുകയാണ്. അത് കണ്ടതും തന്നെ മഞ്ജു ആകെ പേടിച്ച് പോവുകയാണ്. ഇപ്പോൾ ആരാണ്, രമ്യ ആയിരിക്കുമോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മഞ്ജു പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് പുതപ്പ് മൂടിയിട്ട് കിടക്കണം കേട്ടോ. രമ്യ വന്നിട്ട് ചോദിക്കുക, എന്ത് പറ്റി മഞ്ജു, എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പനിയാണ് എന്ന് പറയും കേട്ടോ. രമ്യ വന്ന് നെറ്റിയിലൊക്കെ തൊടുമ്പോൾ പനിയൊന്നും ഇല്ല എന്ന് പറയും. എന്താണെന്നറിയില്ല, ശരിക്കും എനിക്ക് പനി, അകത്ത് പനിയുണ്ട്, എന്തായാലും രമ്യ പോയിക്കോളൂ, എനിക്ക് തനിച്ചിരിക്കണം എന്നിങ്ങനെ പറയണം. പോകുമ്പോൾ തന്നെ ആ വാതിലും ഒന്ന് അടച്ച് വെക്കണം കേട്ടോ, പറയും, കുറ്റിയിടാൻ മറക്കരുത് എന്ന് പറയണം കേട്ടോ. പിന്നീട് രമ്യ പോവുകയാണ് കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ചന്ദ്ര മഞ്ജുവിനെ വീഡിയോ കോൾ വിളിക്കുകയാണ് കേട്ടോ. ആ സമയം മഞ്ജു കുറച്ച് സ്വർണ്ണേ അഴിച്ചിട്ടുണ്ടാവുള്ളൂ. മഞ്ജു വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് പുതയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്താ പറ്റിയെന്ന് ചന്ദ്ര ചോദിക്കും. എന്താണെന്നറിയില്ല ചേച്ചി, എനിക്കൊരു പനി പോലെ ഉണ്ട് എന്നിങ്ങനെ പറയണം. പിന്നെ ചേച്ചി വിളിച്ചത് സ്വർണ്ണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത് എനിക്കറിയില്ല, അത് ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്, ഏട്ടനറിയാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് തട്ടിമുട്ടിയിട്ട് ചന്ദ്രയെ അങ്ങനെ പറ്റിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന ചിന്നുവിനോട് വന്നിട്ട് പറയുകയാണ്, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ ചിന്നു പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. എവിടെയാണെന്ന് ചോദിക്കുക, അതൊക്കെ ഉണ്ട്, സർപ്രൈസാണ്, നീ വായോ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അർച്ചനയും ചിന്നും കൂടി ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആ റിസോർട്ടിലെത്തിയിട്ട് ചിന്നു ചോദിക്കേണ്ടത്, എന്താ ദീപ്തി ആൻറ്റിയുടെ പിറന്നാളാണോ, എന്താണ് അമ്മയെ ചോദിക്കുകയാണ് കേട്ടോ. പറയാൻ നിൽക്ക്, ഒരു സർപ്രൈസ് ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട പറയുക, ഒരാൾ വരാനുണ്ട് എന്നിങ്ങനെ പറയും. പെട്ടെന്നാണ് ചിന്നു JK കാണുക കേട്ടോ. JK കണ്ടതും തന്നെ ചിന്നുവിനാകെ പേടിയാകുകയാണ് കേട്ടോ. ആ കാര്യം JK ചെയ്ത കാര്യം ഇങ്ങനെ ചിന്നു ഓർക്കുകയാണ്. ആ പേടിയോടുള്ള മുഖഭാവം ഈ JK അങ്കിളാണോ എന്നിങ്ങനെ ചിന്നു ചോദിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?